ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? എനിക്ക് സുഖമില്ല കേട്ടോ. കുറച്ച് ദിവസമായിട്ട് കോൾഡൊക്കെ ആയിട്ട് ഒട്ടും സുഖമില്ലാതെ ഇരിക്കുകയാണ്. ഹോസ്പിറ്റലിലൊക്കെ പോയി മെഡിസിനൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നന്നായിട്ട് കുറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് സൗണ്ട് ഒന്ന് ചെറുതായിട്ട് അടഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ 2 ദിവസമായിട്ടാണ് എടുത്തിട്ടുള്ളത്. രാവിലെ തന്നെ ഞാൻ ഇന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കുഴിപ്പനിയാരമാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കമ്പ് കൊണ്ടിട്ടുള്ളൊരു ദോശ ബാറ്റർ. അപ്പോൾ അതിൻ്റെ ബാലൻസ് ദോശ ബാറ്റർ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ 1-2 ദിവസമൊക്കെ ഇഡ്ഡലി ഉണ്ടാക്കി, പിന്നെ ദോശ ഉണ്ടാക്കി. അപ്പോൾ മാവ് ഇങ്ങനെ പുളിച്ച് തുടങ്ങുന്ന സമയത്ത് ഞാനിതുപോലെ പനിയാരം ഉണ്ടാക്കാറുണ്ട്. അല്ലെങ്കിൽ ഊത്തപ്പം, പനിയാരം, ഒണിയൻ ദോശ, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ കാരക്കുഴിപ്പനിയാരമാണിത്. ഇത് കമ്പ് ദോശ ബാറ്റർ ആയതുകൊണ്ടാണ് കമ്പ് കാരക്കുഴിപ്പനിയാരം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സവാളയുടെ പകുതി ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തതും, കുറച്ച് കൊത്തമല്ലി, കറിവേപ്പില, 1-2 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയിലിട്ടിട്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് അങ്ങനെ അങ്ങോട്ട് വഴറ്റണ്ട, ലൈറ്റായിട്ടൊന്നൊരു ഷാലോ ഫ്രൈ പോലെ ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നാൽ മതി കേട്ടോ. നമ്മളിത് ബാറ്ററിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒരു പാനിലേക്ക് ഇത് വെച്ചിട്ട് ഇങ്ങനെ വഴറ്റിയെടുത്തു. ലേശം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ദോശമാവിൽ ഉപ്പിട്ട് വെച്ചേക്കുന്നതാണ്. എന്നാലും ആ ഒരു ഉള്ളിയിലൊക്കെ ഒന്നും കൂടി ഒന്ന് വഴറ്റിയൊക്കെ ഇടുന്നത് നല്ലതാണ്. പിന്നെ കടുക് താളിച്ചിട്ടാണ് കേട്ടോ ഉള്ളി വഴറ്റേണ്ടത്. അപ്പോൾ ഇത്രയും ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ണിയപ്പ ചട്ടി ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് ഈ ബാറ്ററി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ പനിയാരം ചിലപ്പോൾ ഇതുപോലെ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ കുറേ നാളാവുന്നു ഇതുപോലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ എന്തായാലും വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ എടുത്തതാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ പനിയാരം ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റാണ്. പിന്നെ ഒരുപാട് എണ്ണയൊന്നും ആവത്തില്ല കേട്ടോ. കാരണം നോൺ സ്റ്റിക്ക് ആയ കാരണം കൊണ്ട് ഒരുപാട് എണ്ണ അങ്ങനെ ആവത്തില്ല. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ നെയ്യ് ചേർക്കുന്നില്ല കേട്ടോ. ഈ കമ്പ് ദോശ ബാറ്റർ ആയതുകൊണ്ടാണ് കേട്ടോ ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കുന്ന പോലെ ഇരിക്കുന്നത്. നന്നായിട്ട് ഇതൊന്ന് മൊരിഞ്ഞ് വരുന്നതിന് ശേഷം ഒരു സൈഡൊന്ന് വെന്ത് പകുതി വേവോളം ആകുമ്പോഴത്തേക്കാണ് നമ്മളിത് മറിച്ചിടേണ്ടത്. ഞാൻ ശരിക്കും നേരത്തെ അത് അങ്ങോട്ട് മറിച്ചിട്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത്. എന്നാലും 2 സൈഡും നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടിയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. നോൺ സ്റ്റിക്കാണ് എൻ്റെ അടുത്ത് ഉള്ളത്. പിന്നെ ഒരു പപ്പടം കുത്തി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ കുത്തി അങ്ങോട്ട് എടുത്താൽ മതി. ഞാനിപ്പോൾ ഇതൊരു 3 ബാറ്ററായിട്ടാണ് കേട്ടോ ഇതിങ്ങനെ ചെയ്തെടുക്കുന്നത്. കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ പോയ സമയത്ത് അവിടുത്തെ ക്യാൻറ്റീനിൽ നിന്ന് ഞങ്ങളിത് കഴിച്ചായിരുന്നു കേട്ടോ. അപ്പോഴേ ഞാൻ ആലോചിക്കുന്നുണ്ട് ഇതൊരെണ്ണം ഇത് വീട്ടിലൊന്നും ഉണ്ടാക്കണമെന്ന്. സാധാരണ പുറത്തിവിടെ ഹോട്ടലിലൊക്കെ സാമ്പാറും വൈറ്റ് ചട്നിയാണ് ഇതിനോടൊപ്പം തരുന്നത്. ഞാനിപ്പോൾ വൈറ്റ് ചട്നി മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കൂ. ഇപ്പോൾ നമ്മൾ ദോശ ബാറ്ററൊക്കെ അരച്ചിട്ട് ഫസ്റ്റ് ഡേയും ചെയ്യാം. ഇത് കുറച്ച് പുളിപ്പ് കൂടുതലായിരിക്കും. കാരണം 3-4 ദിവസം കഴിഞ്ഞിട്ടുള്ള ബാറ്ററാണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. സവോളയൊക്കെ വഴറ്റി ചേർക്കുമ്പോഴത്തേക്ക് ആ പുളിപ്പ് അറിയത്തുമില്ല. വേണമെങ്കിൽ ഒരു ചെറിയൊരു കഷ്ണം ക്യാരറ്റും കൂടി ഗ്രേറ്റ് ചെയ്ത് ഇടാം കേട്ടോ. അപ്പോൾ ഇന്ന് ഇതായിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ പിന്നീട് ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു വീക്കെൻഡാണ്, സൺഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിന്ന് മീൻ കിട്ടിയിട്ടുണ്ട്. ഉച്ചക്കലത്തെ ലഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ വാഴത്തണ്ടും ചെറുപയറും കൂടി ഇട്ടിട്ടുള്ളൊരു തോരനും പിന്നെ മീൻ കറിയാണ് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പീസൊക്കെ ഞാനൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ. ഞാൻ ചെയ്യുന്നൊരു രീതിക്ക് കാണിച്ചു തരാം. പിന്നെ ഇതിനിടയിൽ തന്നെ പാത്രങ്ങൾ കഴുകാനായിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഈ സിങ്കിലിരിക്കുന്ന പൈപ്പ് ഉണ്ടല്ലോ, അതിങ്ങനെ ലീക്കായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അറ്റത്ത് ഞാനൊരു ഷവർ പോലത്തെ ഒരു സംഭവം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങോട്ട് ഇങ്ങനെ ഉപ്പുവെള്ളം ആയ കാരണം കൊണ്ട് തുരുമ്പെടുത്തിട്ട് അത് വലിയ പ്രശ്നമായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഈ പൈപ്പൊക്കെ ഒന്ന് മാറ്റണം. കുറേ നാളായിട്ട് വിചാരിക്കുന്ന കാര്യമാണ്. പിന്നെ മത്തി മീനാണ് നമുക്കിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കുറച്ച് അധികം തന്നെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. 150 രൂപയ്ക്ക് എന്തോ ആണ് വാങ്ങിയത്. ഞാനിതുപോലെ മീനൊക്കെ വീട്ടിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാറാണ് പതിവ്. എനിക്ക് വയ്യാതിരിക്കുന്ന സമയത്താണെങ്കിൽ അവിടെ നിന്ന് തന്നെ ക്ലീൻ ചെയ്ത് മേടിക്കും. ചിലപ്പോൾ തീരെ വയ്യെങ്കിൽ ഞങ്ങൾ സൺഡേ അങ്ങനെ മീൻ മേടിക്കാറില്ല കേട്ടോ. നമ്മൾ സൺഡേ ആണ് വാങ്ങുന്നത്. സൺഡേ ഫിഷ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ മൺഡേയും കൂടി എടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാ വീക്ക് ഡേയ്സിൽ ഫുള്ളായിട്ട് നമ്മൾ
വെജിറ്റേറിയൻ ആണ് കേട്ടോ. സൺഡേ മാത്രമാണ് ഞങ്ങൾ മീൻ മേടിക്കാറുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് പാത്രമൊക്കെ കഴുകി മീനൊക്കെ വൃത്തിയാക്കി വെച്ചതിന് ശേഷം നേരെ വന്നിട്ട് ചെറുപയർ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് വെന്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വാഴത്തണ്ടും കൂടി ചേർത്ത് കൊടുത്തു. ഇനി പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് തോരന് വേണ്ടുന്ന ഒരു തേങ്ങ ചതയ്ക്കത്തില്ലേ, അതേ സംഭവം തന്നെയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ജീരകം, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഇത്രയും കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ചതാണ് കേട്ടോ തേങ്ങയിൽ. അതാണ് അതിൻ്റെ കൂട്ടെന്ന് പറയുന്നത്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ഒരു സൈഡിൽ തന്നെ മത്തിക്കറി വെക്കാനുള്ള ഇതും കൂടി അരപ്പൊക്കെ ഞാൻ തയ്യാറാക്കി. അപ്പോൾ ഇത് നമ്മൾ തേങ്ങ അരച്ചിട്ടുള്ള മത്തിക്കറിയാണ് വെക്കുന്നത്. മാങ്ങയും മുരിങ്ങയ്ക്കയും തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ള മത്തിക്കറിയാണ് വെക്കുന്നത്. ഇതിനിടയിൽ തന്നെ നമ്മുടെ വാഴത്തണ്ട് നന്നായിട്ട് വെന്ത് വന്നു. ഒരല്പം ലൂസാക്കിയാണ് ഞാൻ വെക്കുന്നത്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് പറ്റി ഒന്ന് സെറ്റായിട്ട് കിട്ടും. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൽ നമുക്ക് താളിപ്പും കൂടി ചേർക്കണം. ഇതിനിടയിൽ തന്നെ നമ്മുടെ അരപ്പൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് മീൻകറിക്കുള്ളതിൻ്റെ. അതിലേക്ക് പച്ചമുളകും മുരിങ്ങയ്ക്കയും പച്ചമാങ്ങയും തക്കാളിയും എല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് പുളിയും വാളൻ പുളി പിഴിഞ്ഞൊഴിച്ചതും പിന്നെ പാകത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് അരപ്പ് നന്നായിട്ടൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം മാത്രമാണ് മീൻ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഈ ഒരു മത്തിയൊക്കെ മേടിക്കുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് ഞാൻ മിക്കവാറും കറി വയ്ക്കുന്നത് കേട്ടോ. ചിലപ്പോൾ ഇങ്ങനെ മുളകിട്ട് വെക്കാറുണ്ട്. എന്നാലും മത്തിക്കറിയൊക്കെ എനിക്ക് ഇങ്ങനെ വെക്കുന്നതാണ് ഇഷ്ടം. ഇല്ലെങ്കിൽ പീര വെക്കാറുണ്ട്. ഇങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. മാങ്ങയിട്ട മീൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്, പ്രത്യേകിച്ച് മത്തി മീനൊക്കെ. പിന്നെ ഇതൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില അധികം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറിവേപ്പില ഇടുമ്പോഴത്തേക്കും കറിയുടെ ടേസ്റ്റ് ഒന്ന് കൂടുമല്ലോ, അതുകൊണ്ടാണ്. പിന്നെ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഞാൻ ഇതിൻ്റെ താളിപ്പും കൂടി തയ്യാറാക്കി. അപ്പോൾ ഇത് വെളിച്ചെണ്ണയിൽ തന്നെ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ പൊട്ടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അങ്ങനെ നമ്മുടെ വാഴത്തണ്ട് തോരനും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനൊരു രസം കൂടി വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ ഒന്നും ഷെയർ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത്. ഇന്ന് സൺഡേ ആണല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ലഞ്ച് ആക്കിയത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ആമിക്ക് മൺഡേ ഇതുപോലെ അവൾക്ക് സ്കൂളിൽ വൈറ്റ് കളർ ഷൂ ഇടണം. അപ്പോൾ ഇത് ഞാനാണെങ്കിൽ കുറേ തവണ ക്ലീൻ ചെയ്യാനായിട്ട് നോക്കിയിട്ടൊന്നും പറ്റുന്നില്ല കേട്ടോ. ഞാനിപ്പോൾ റിന്നിൻ്റെ സോപ്പ് ഉണ്ടല്ലോ, റിൻ സോപ്പ് ബ്ലൂ കളറിലിരിക്കുന്ന സോപ്പില്ലേ, അത് മേടിച്ചിട്ട് ഇതിന് വേണ്ടിയിട്ടൊരു സ്ക്രബ്ബർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് നന്നായിട്ട് നൊരച്ച് തേച്ച് കഴിയുമ്പോഴത്തേക്കും നല്ലതായിട്ട് തന്നെ വെളുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഞാനിപ്പോൾ റീസെൻ്റായിട്ട് നമ്മുടെ ഈ ഒരു വൈറ്റ് ഷൂ കഴുകുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ആണ് വീഡിയോ എടുത്തിട്ടുള്ളത്. മൺഡേ ആണ്. അടിപൊളി മഴയാണ്. രാവിലെ തന്നെ പ്രതീക്ഷിച്ചിരിക്കാതൊരു മഴ കിട്ടിയതാണ് കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളങ്ങോട്ട് അത്ഭുതപ്പെട്ടു പോയി. കാരണം ഈ ഒരു ടൈമിൽ അങ്ങനെ മഴ പെയ്യാറേ ഇല്ല. ഈ ഒരു ഫെബ്രുവരി മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചൂടുള്ളൊരു സമയമാണ്. ചൂട് തന്നെ ആയിരുന്നു കുറച്ച് ദിവസമായിട്ട്. പക്ഷേ ഇപ്പോൾ ഈ ഒരു മഴ പെയ്തത് വലിയൊരു ആശ്വാസമായിട്ട് തോന്നി. പക്ഷേ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ട് തന്നെ ചൂട് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ രാവിലെ അടിച്ച് തകർത്തൊരു മഴ കിട്ടി. ഞാനാണെങ്കിൽ ബാൽക്കണിയിൽ ഒരു മുട്ടത്തോട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ എടുക്കാനായിട്ട് മറന്നുപോയി. പെട്ടെന്ന് തന്നെ അതൊക്കെ കൊണ്ടുവന്ന് അകത്തേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ രാവിലെ തന്നെ ഹസ്ബൻഡ് മർമർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹൊറർ മൂവിയാണ്, അത് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. തലേ ദിവസമേ ബുക്ക് ചെയ്തതാണ്. ആമി സ്കൂളിൽ പോയി. അപ്പോൾ ഞാനും ഹസ്ബൻഡും കൂടി സിനിമയ്ക്കൊക്കെ പോയിട്ട് വന്നു കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് മഴച്ചാറ്റിൽ നനഞ്ഞു. അതിൻ്റെതാണെന്ന് തോന്നുന്നു. ഭയങ്കര കോൾഡൊക്കെ ആയി, തൊണ്ടവേദനയും അങ്ങനെയൊക്കെ ആയിട്ട് ചെവി വേദനയും എല്ലാം കൂടിയൊക്കെ വന്നു കേട്ടോ ഒരുമിച്ച്. അങ്ങനെ 2-3 ദിവസം ഞാൻ റെസ്റ്റിലൊക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും മഴ തുടങ്ങി. അങ്ങനെ മഴ ഇങ്ങനെ രാവിലെ തൊട്ട് ഏകദേശം ഒരു 3-4 മണി വരെ ഇങ്ങനെ മഴ തോരാതെ ഇങ്ങനെ പെയ്തുകൊണ്ട് നിന്നേട്ടോ. നല്ലൊരു ആശ്വാസമുള്ളൊരു ദിവസമായിരുന്നു അന്നത്തെ ദിവസം. പക്ഷേ നെക്സ്റ്റ് ഡേ തൊട്ട് നന്നായിട്ട് തന്നെ ചൂടെടുക്കാനായിട്ട് തുടങ്ങി. അത് വേറൊരു കാര്യം. പിന്നെ എന്തായാലും എനിക്ക് ഇന്നിനിയിപ്പോൾ ജോലിയൊന്നും ചെയ്യാനായിട്ട് തോന്നുന്നേയില്ല കേട്ടോ. രാവിലെ തന്നെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടാണ് പോയത്. പിന്നെ ഇപ്പോൾ വീഡിയോ എഡിറ്റിംഗ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഈ മഴയൊക്കെ ഒന്ന് കണ്ട് ഇതുപോലെ ഇവിടെ ഇരുന്നിട്ട് സോഫയിൽ ഇരുന്നിട്ടൊന്ന് വീഡിയോ എഡിറ്റിംഗ് ചെയ്യാമെന്ന് കരുതിയിട്ട് അങ്ങനെ ഇരിക്കുവാണ്.
കുറച്ച് നേരം ഞാൻ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ചെയ്തെങ്കിലും പിന്നീട് ഞാൻ പോയി കിടന്ന് ഉറങ്ങിയായിരുന്നു കേട്ടോ. ഇന്ന് തന്നെ എനിക്ക് ചെറിയൊരു തൊണ്ടവേദന സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴേക്കും എനിക്ക് അറിയത്തില്ലായിരുന്നു ഇത് പനിയൊന്നും ആവുമെന്ന്. പനിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല, കോൾഡ് പോലെയാണ് വന്നത് കേട്ടോ. അങ്ങനെ ഞാൻ പോയിട്ട് റെസ്റ്റൊക്കെ എടുത്തു. കുറേ നേരം കഴിഞ്ഞിട്ട് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും എഴുന്നേറ്റപ്പോഴത്തേക്കും മഴയൊക്കെ തോർന്നിട്ടുണ്ട്. ആമി ഇനിയിപ്പോൾ സ്കൂള് വിട്ട് വരും. ഇതിനിടയിൽ തന്നെ ഹസ്ബൻഡ് ആമിയെ വിളിക്കാൻ പോകുമ്പോൾ വേസ്റ്റും കൂടി കൊണ്ടുപോകാറുണ്ട് കേട്ടോ. ഇതുപോലെ വേസ്റ്റ് അതിൻ്റെ ഒരു കവർ നിറയുമ്പോഴത്തേക്കും അപ്പോൾ അതൊക്കെ ഞാനൊന്ന് കെട്ടി എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കിച്ചണിലും വീടിനകത്തൊക്കെ ഒന്ന് മോപ്പിംഗ് ചെയ്യണം. നന്നായിട്ട് തന്നെ അഴുക്ക് പിടിച്ച് കിടക്കുകയാണ്. ഞാൻ 2-3 ദിവസമായിട്ട് ഇതൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ഇടയ്ക്ക് വെച്ചിട്ട് മടി പിടിച്ചിട്ട് മോപ്പിംഗ് ഒന്നും ചെയ്യാതെയായി. അങ്ങനെ പിന്നെ ഇന്ന് തന്നെ മോപ്പിങ്ങും കൂടി ചെയ്യാമെന്ന് കരുതിയിട്ട് അങ്ങനെ മോപ്പിംഗ് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ മഴ തോർന്നപ്പോഴത്തേക്കും ഞാൻ ബാൽക്കണിയിലേക്ക് വന്ന് നോക്കിയപ്പോഴത്തേക്കും ഉണ്ട് നന്നായിട്ട് തന്നെ ഇവിടെ വെള്ളം കെട്ടി കിടപ്പുണ്ട്. അത് കൈയോടെ അങ്ങോട്ട് തൂത്ത് കളഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. പിന്നീട് ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കുന്നത് കെട്ടിടത്തിന് അത്ര നല്ലതല്ല. അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. മഴ ഇങ്ങനെ ചെറുതായിട്ട് ചാറ്റലായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും അത് തോർന്നായിരുന്നു കേട്ടോ. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് മഴക്കോള് വരും, പിന്നെ മഴ തോരും, അങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്. അങ്ങനെ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു ഇന്ന് വൈകുന്നേരം നമുക്ക് ഉഴുന്നുവട ഉണ്ടാക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ മഴ പെയ്യുന്ന ദിവസങ്ങളിൽ ഞാൻ എന്തെങ്കിലും ഇതുപോലെ വട ഐറ്റംസൊക്കെ ഉണ്ടാക്കാറുണ്ട്, പരിപ്പ് വട, ഉഴുന്നുവടയൊക്കെ. അപ്പോൾ ഇവിടെ ആമിക്ക് ഏറ്റവും ഫേവറേറ്റ് ആണ് ഉഴുന്നുവട. അങ്ങനെ ഞാൻ കുറച്ച് ഉഴുന്ന് നേരത്തെ തന്നെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തൊന്ന് അരയ്ക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ചേർത്താൽ മതി. പാകത്തിന് കല്ലുപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് പൾസ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ വരും. ഒരുപാട് വെള്ളം ചേർക്കരുത്. വെള്ളം കുറേശ്ശെ 1-2 സ്പൂൺ ചേർത്താൽ മതി. ആദ്യം വെള്ളം ചേർക്കാതെ അരച്ച് നോക്കുക. നോക്കിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഈ ഒരു പരുവത്തിനാക്കി എടുക്കുക. നമ്മൾ കുറേ തവണ ചെയ്ത് വരുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മുടെ ഉഴുന്നിൻ്റെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്ത് വെക്കുമ്പോഴത്തേക്കും നമ്മുടെ ഉഴുന്നുവട നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും. ഇതിനിടയിൽ തന്നെ നമുക്ക് ഇതിന് വേണ്ടുന്ന സവാളയും പച്ചമുളകും കറിവേപ്പില, ഇഞ്ചിയും കുരുമുളകും അതൊക്കെ നമുക്ക് ചതച്ച് വെക്കാം. ഇതെല്ലാം ഞാൻ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ല ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവിലേക്ക് ഇതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി. പിന്നെ അതിന് ശേഷം ഒരു ചീനച്ചട്ടി വെച്ചിട്ട് ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴത്തേക്ക് ഇനിയും ടേസ്റ്റ് കൂടുതലായിരിക്കും. അത് കഴിഞ്ഞിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഉഴുന്നുവടയുടെ ഷേപ്പിന് മാവ് ഇങ്ങനെ ആക്കി ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ഈസിയാണ് കേട്ടോ. നമ്മൾ കുറേ നാൾ ചെയ്ത് വരുമ്പോഴത്തേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ പുറത്ത് നല്ല അടിപൊളി മഴ പെയ്ത് നല്ല തണുത്ത അന്തരീക്ഷം കിടക്കുകയാണ്. നല്ല ചൂട് ഉഴുന്നുവടയും ചായയൊക്കെ ഒന്ന് കുടിക്കാമെന്ന് കരുതി കേട്ടോ. ഞങ്ങളങ്ങനെ എപ്പോഴും ചായ ഉണ്ടാക്കാറില്ല, പാലങ്ങനെ മേടിക്കാറില്ല കേട്ടോ. എപ്പോഴും ചായ ഇടാൻ വേണ്ടിയിട്ട് ആമിയെ ഹസ്ബൻഡ് വിളിക്കാൻ പോയിട്ട് വന്നപ്പോഴത്തേക്കും പാല് മേടിച്ചുകൊണ്ട് വന്നു. ഞാനിന്നിപ്പോൾ ഇഞ്ചി ചായയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ചെറിയൊരു തൊണ്ടവേദന സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് എന്തായാലും ചായ ഇടാമെന്ന് കരുതി, ഇഞ്ചി ചായ ഇടാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ അതൊക്കെ ഇട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനിയിപ്പോൾ ചായ കുടിക്കാനായിട്ട് പോകുന്നുണ്ട്. ഇനിയിപ്പോൾ ആമിയെ ഞങ്ങൾ ട്യൂഷന് വിടുന്നില്ല, കാരണം നല്ല മഴ പെയ്ത് കിടക്കുകയാണ്. പുറത്ത് ആമിയെ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ കോൾഡ് പിടിക്കും അവൾക്കും. അതുകൊണ്ട് അവളെ നിന്ന് വിടുന്നില്ല. അങ്ങനെ ഞാനും ഹസ്ബൻഡും മോളും കൂടി കുറച്ച് നേരം ഇരുന്ന് ചായയൊക്കെ കുടിച്ചു. ഈ മഴ പെയ്യുന്ന സമയത്താണെങ്കിൽ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. എല്ലാവരെ പോലെ തന്നെയാണ് എനിക്കും ഭയങ്കര മടിയാണ് ജോലിയൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ വൈകുന്നേരം ഒരു ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വന്നിട്ട് ആമിക്കാണെങ്കിൽ ഈ ഒരു എക്സാം ബോർഡ് 2-3 ഉണ്ട് കയ്യിൽ. പക്ഷേ ഇതിൻ്റെ ഈ സ്റ്റിക്കറെല്ലാം അവൾ ഇങ്ങനെ വലിച്ചിളക്കി കളഞ്ഞേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു എക്സാം ബോർഡ് ഇതുപോലെ വാൾപേപ്പർ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേടായി ഇരിക്കുന്നതുകൊണ്ട് ഇതും കൂടി വാൾപേപ്പർ വെച്ചിട്ട് ഒട്ടിച്ചെടുത്ത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എക്സാമിനൊക്കെ കൊണ്ടുപോകാൻ പറ്റുമല്ലോ, കുറച്ചും കൂടി യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ
പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വന്നിട്ട് നമ്മുടെ പൂജാ റൂം ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഞാൻ രാവിലെ കുളിച്ചതാണ്, തല കുളിച്ചായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിന്ന് ഇനിയിപ്പോൾ നോൺ വെജ് ഒന്നും കഴിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. തലേ ദിവസത്തെ മീൻ കറിയൊന്നും ഇന്ന് എടുത്തിട്ടും ഇല്ല. കഴിക്കാത്ത കാരണം കൊണ്ട് പൂജാ റൂം ക്ലീൻ ചെയ്യാമെന്ന് കരുതി അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോഴത്തേക്കുണ്ട് ചെറുതായിട്ടൊരു മാറാല കെട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മാറാല നമ്മുടെ പൂജാ റൂമിൽ വരുന്നത് നല്ലതല്ല എന്ന് പറയും. അപ്പോൾ അതൊക്കെ ഒന്ന് ഡസ്റ്റ് ചെയ്ത് എടുത്തു. എല്ലാ ഫോട്ടോസും നന്നായിട്ടൊന്ന് തുടച്ചെടുത്തു. അതുപോലെ തന്നെ പനിനീര് വെച്ചിട്ടാണ്, റോസ് വാട്ടർ വെച്ചിട്ടാണ് തുടച്ചെടുത്തത്. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് എല്ലാ ഫോട്ടോസും വിഗ്രഹങ്ങളും ഒക്കെ നന്നായിട്ട് തുടച്ച് എല്ലാം നല്ല നീറ്റാക്കി വീണ്ടും അതാത് സ്ഥാനത്ത് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഫോട്ടോസ് ഞാൻ ഇവിടെ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് സ്റ്റിക്കറൊക്കെ ഒട്ടിക്കാൻ പറ്റാത്ത, അങ്ങനെ തൂക്കിയിടാൻ പറ്റാത്ത ഇതിലാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ടുപോയി ഇവിടെ അടുത്ത ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ കൊണ്ടുപോയി കൊടുക്കും. അങ്ങനത്തെ ഫോട്ടോസൊക്കെ, കേടാവുന്ന ഫോട്ടോസൊക്കെ അങ്ങനെയാണ് ഇവിടെ ഉള്ളവർ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഇനി നെക്സ്റ്റ് വീക്ക് ചെയ്യാമെന്ന് കരുതുന്നു. അങ്ങനെ പൂജാ റൂമൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ പോയിട്ട് ദേഹമൊക്കെ ഒന്ന് കഴുകിയതിന് ശേഷം വിളക്കൊക്കെ ഒന്ന് വെച്ച് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.